ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയർ ഇത് ഇന്നാണ്. പിന്നെ എന്തിനാണ് ഞാൻ വീഡിയോ ഇടുന്നതെന്ന് ആലോചിച്ചാൽ ചെറിയൊരു ഓർമ്മയല്ല അതവിടെ കിടക്കട്ടെ എന്ന് വെച്ചു. അങ്ങനെ ക്രിസ്മസിൻ്റെ ദിവസം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്നതിൻ്റെ ഇടയ്ക്ക് അനിയനുണ്ടായിരുന്നു എറണാകുളത്ത് നിന്ന് വരുന്നത്. അപ്പോൾ അവനെ ഒന്ന് പിക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവനെ എടുത്ത് നേരെ വീട്ടിലേക്ക് വിട്ടു. പോകുന്ന വഴിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ കുറച്ച് ആപ്പിളൊക്കെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ പോകുന്ന വഴിക്ക് ആപ്പിളും പേരയ്ക്കൊക്കെ കഴിച്ച് അപ്പം അങ്ങനെ പെരിന്തൽമണ്ണ എത്തിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ജസ്റ്റ് ഊട്ടി പോലെ ഞങ്ങൾക്ക് അവിടെ തോന്നി. ഒരുപാട് വീടുകൾ ഇങ്ങനെ അടുത്തടുത്ത്. അങ്ങനെ കുറച്ച് ട്രാഫിക്കൊക്കെ നിന്ന് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ചകളാണത്. പിള്ളേർ സെറ്റെല്ലാം ഉണ്ടായിരുന്നു. വന്ന പാടെ ചായയൊക്കെ കുടിച്ചു. പിന്നെയുള്ളത് ക്രിസ്മസ് അല്ലേ, ഒരു കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരെയും വിളിച്ച് ചേച്ചിമാരും ചേട്ടന്മാരും പിള്ളേരും എല്ലാവരെയും വിളിച്ച് നിർത്തി നമ്മൾ കേക്ക് കട്ട് ചെയ്തു. പിള്ളേരെ കൂടെ കേട്ടോ ഞാനാണ് കേക്ക് കട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഈ ക്രിസ്മസിൻ്റെ ക്യാപ്പൊക്കെ വെച്ച് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. പിന്നെയുള്ള പരിപാടി അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതും ഓരോരുത്തർക്ക് കുഞ്ഞ് പീസൊക്കെ കൊടുത്ത് കുറേ പേര് ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ, വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ട്. പക്ഷെ എന്നാലും നല്ലൊരു രസമുള്ള സമയം തന്നെയായിരുന്നു അത്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കേക്ക് കട്ട് ചെയ്യുന്നതിലല്ല, ആ ഇരിക്കുന്ന സമയമാണ് നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത്. ഞങ്ങൾ വെക്കേഷൻ ടൈമിലൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടാറുണ്ട് കേട്ടോ. ചേച്ചിമാരും പിള്ളേരും ചേട്ടന്മാരൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു ദിവസം എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്ന നല്ല രസമാണ്. നമുക്കതൊരു വൈബ് തന്നെയാണ്. പഴയകാല ഓർമ്മകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് നമ്മൾ അങ്ങനെ ആ സമയം കഴിച്ചു കൂട്ടുന്നത്. അപ്പം അങ്ങനെ എല്ലാവരും ഓരോ പീസ് കേക്കൊക്കെ കഴിച്ചു. പിന്നെ അതിനിടയ്ക്ക് കുറച്ച് കളികളും പിള്ളേരെ കൂടെ ഇരുന്ന് ഓരോ കാര്യങ്ങളും ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് വീട്ടിലെല്ലാവരും കൂടെ ഇരുന്ന് കുറേ സംസാരിച്ചു. അതിനിടയ്ക്ക് കുറച്ച് പേർക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് പേര് രാത്രി തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് പോകണ്ട നാളെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവർക്ക് ജോലിക്ക് കയറാനുള്ളത് കൊണ്ട് അവർ ഇന്ന് തന്നെ ഇറങ്ങും കേട്ടോ. അപ്പോൾ അവരെ യാത്ര അയക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ വലിയച്ഛൻ്റെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ 2 ചേച്ചിമാരും ഏട്ടന്മാരും പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം അങ്ങനെ അവരും പോയി കേട്ടോ. അപ്പോൾ വലിയ സെലിബ്രേഷൻസ് ഒന്നുമില്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് കുറച്ച് നേരം ഇതാണ് കേട്ടോ ഞങ്ങൾ